ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്രസൻറ്റ് മൂണിൻ്റെ ഡിസൈനാണ്. സോ വെൽക്കം ടു ഫിബ്സ് ഹന്ന. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ചന്ദ്രക്കല ഷേപ്പിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. 2 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ചന്ദ്രക്കല ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സി ഷേപ്പാണ് വരിക. അതിൻ്റെ ഔട്ട്ലൈന് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. അതിനുശേഷമാണ് ബാക്കിയുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നത്. സോ മെയിൻലി ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. സോ ഫ്ലവേഴ്സിൽ മെയിനായിട്ട് അല്ലെങ്കിൽ കുറച്ച് മിഡിലായിട്ട് കാണുന്ന ഫ്ലവർ ആദ്യം ചെയ്യാം, എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രസൻറ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സി ഷേപ്പിൽ വരിക എന്നുള്ളതാണ്. സോ അത് ആദ്യം വരുത്താൻ നോക്കുക. ബാക്കി ഫ്ലവേഴ്സൊക്കെ ഈസിയാണ്. ഓരോ ഫ്ലവേഴ്സും നല്ല സൂക്ഷ്മമായിട്ട് നീറ്റായിട്ട് വരച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഫ്ലവേഴ്സ് വരയ്ക്കുക. എത്ര ഫ്ലവേഴ്സാണോ വേണ്ടത് അത്രയും ഫ്ലവേഴ്സ് നമുക്ക് വരച്ചു കൊടുക്കുക. ഫ്ലവേഴ്സിന് ബഡ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ബഡ് ഇല്ലാത്ത ഫ്ലവർ നമ്മൾ ആദ്യം ഇപ്പോൾ വരച്ച പോലത്തെ ഫ്ലവർ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. സോ ഫ്ലവേഴ്സിൻ്റെ നീറ്റ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറിലാണ്. സോ കൂടുതൽ ഫ്ലവേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് വീഡിയോ ഫോളോ ചെയ്യാം. ട്യൂട്ടോറിയൽസൊക്കെ വരും കേട്ടോ. സോ ഫ്ലവേഴ്സ് എത്ര വേണം അത്രയും ഫ്ലവേഴ്സ് ചെയ്യാം. ഓരോ ഫ്ലവർ കൊടുക്കുമ്പോഴും അത് വളരെ അടുത്തിട്ടാണോ അല്ലെങ്കിൽ ഈവൻലി ടച്ച് ചെയ്തിട്ടാണോ വരയ്ക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കുക. എന്നിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. സോ അത് കൊടുത്തു. ദെൻ ഇതിന് ശേഷം മെയിനായിട്ടുള്ള ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ ലീവ്സ് അതേപോലെയുള്ള എംബലിഷ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ വരക്കേണ്ടത്. സോ അതിൽ വരക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, എവിടെയാണ് മാച്ചിങ് ആയിട്ട് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരച്ചു കൊടുക്കുക. ഭംഗി കൂട്ടുന്ന എന്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എന്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ലീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീവ്സ് ഏത് ലീഫ് കൊടുക്കണം അല്ലെങ്കിൽ ഏത് ലീഫ് എത്ര സൈസിൽ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഫ്ലവർ വളരെ ചെറുതും ലീഫ് വളരെ വലുതും അല്ലെങ്കിൽ ഫ്ലവർ വളരെ വലുതും ലീഫ് വളരെ ചെറുതും ഒക്കെ ആയാൽ അതിനൊരു മാച്ച് ഉണ്ടാവില്ല. സോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ ഡിസൈൻസും നമ്മൾ ട്യൂട്ടോറിയലായിട്ട് വീഡിയോ ഇടുന്നതാണ്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ ലീഫ് കൊടുക്കുമ്പോഴും ബാക്കിയുള്ള കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഏത് സ്ഥലത്ത് കൊടുത്താലാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസ് കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് വേണമെങ്കിൽ ഒന്നൊരു ഡെമോ ആയിട്ട് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് വരച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മെഹന്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയുള്ള ഡിസൈൻസ് നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് റമളാൻ ടൈമിൽ, റമളാൻ്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഈദിനൊക്കെ നമ്മൾ മെഹന്തി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ഈ ക്രസൻറ്റ് ഷേപ്പിൽ വരുന്നത്. സോ ആ ഒരു ടൈമിലാണ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഡിസൈനാണിത്. സോ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ വളരെ സന്തോഷം. ഇനി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൂടി ടാഗ് ചെയ്യാം, ഫിബ്സ് ഹന്നനെ ടാഗ് ചെയ്യാം. സോ അങ്ങനെയും നമ്മളെ അറിയിക്കാം. ഇനി എന്ത് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഫ്ലവർ കൊടുക്കാൻ തോന്നിയിട്ട് ഞാൻ ഈ ഫ്ലവർ കൊടുക്കുകയാണ്. കാരണം ഇത്രയും വലിയ സ്പേസിൽ നമുക്ക് ചെറിയ എംബലിഷ്മെൻറ്റ്സ് കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലവറും കൂടി കൊടുത്ത് അതിൻ്റെ കൂടെ ലീഫും കൊടുക്കാം. ഓക്കെ. ഈ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ്, ഫ്ലവേഴ്സിൻ്റെ സൈസ് ഇതൊക്കെ അടിപൊളിയായ ബാക്കിയൊക്കെ അടിപൊളിയാവും. ഇനിയുള്ളത് പക്ഷേ ഭയങ്കര ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അറബിക് കാലിഗ്രഫിയാണ്. നമ്മൾ റമളാൻ്റെ
ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ റമളാൻ മുബാറക്ക് എന്നാണ് എഴുതാൻ പോകുന്നത്. ആദ്യം വളരെ ലൈറ്റായിട്ടാണ് ഞാൻ എഴുതുന്നത്, കാരണം എനിക്ക് അറബിക് കാലിഗ്രഫി അത്ര യൂസ്ഡ് അല്ല. സോ റമളാൻ എഴുതി രക്ഷപ്പെട്ടു. ഇനി മുബാറക്ക് എന്ന് എഴുതട്ടെ. അറബിക് കാലിഗ്രഫി പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ കമൻസിൽ. സോ ഇത് എഴുതി കഴിഞ്ഞു. ആൻഡ് ഇത് കുറച്ച് ഡാർക്ക് ആക്കണം. വളരെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇത് ഞാനിപ്പോൾ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ അത്രയും ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. കാരണം പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടൂല. സോ ഈ ഔട്ട്ലൈൻ ചെയ്ത ഫ്ലവേഴ്സിൻ്റെ ഷെയ്ഡിങ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ് ഷെയ്ഡിങ്. പിന്നെ അതേപോലെ ഡാർക്കൻ ചെയ്യുക എന്നുള്ളത്. ഡാർക്കൻ ചെയ്യുന്നതിന് ഹൈലൈറ്റിംഗ് എന്ന് പറയും. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുക, അതിൻ്റെ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മെഹന്തി ഡിസൈനിങ് പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഭംഗി കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. വെറുതെ ഔട്ട്ലൈൻ കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഷെയ്ഡിങ് നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. എങ്ങനെയെങ്കിലും ഷെയ്ഡിങ് കൊടുത്തത് കൊണ്ടും ഒരു യൂസും ഇല്ല, കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഷെയ്ഡിങ്ങിലും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ടൈപ്പ് ഷെയ്ഡിങ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതിനുശേഷം ഇതിനൊക്കെ ഹൈലൈറ്റിങ് കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഇനിയുള്ളത് ആ ക്രസൻറ്റ് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ. സോ ഇതൊന്ന് 2 എഡ്ജ് ഒന്ന് പോയിൻറ്റഡ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് വരച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് വരച്ചു കൊടുക്കുക. അധികം സിഗ്സാഗായിട്ടൊന്നും വരക്കാതെ മാക്സിമം അത് പെർഫെക്റ്റാക്കി വരക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നത്, ആ ഔട്ട്ലൈന് കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോഴാണെങ്കിലും ബാക്കി ലാസ്റ്റിലോട്ട് ഈ ക്രസൻറ്റ് ഷേപ്പ് കൊടുക്കുകയാണെങ്കിലും കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ ഈ ക്രസൻറ്റ് ഷേപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തുള്ള സ്പേസിൽ ഫുള്ളി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാർക്കായിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഭാഗങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ലീഫിൻ്റെ ഉള്ളിൽ വെയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ മതി എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താലോ? നമുക്ക് നോക്കാം റെഡി ആവോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് ഒരു ട്രയലാണ്. സോ താഴോട്ട് ഞാനിങ്ങനെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഒരു ലാൻറ്റേൺ ഷേപ്പാണ്. ലാൻറ്റേൺ അറിയാലോ, ഇങ്ങനെ തൂക്ക് വിളക്ക് പോലെയുള്ള ഒരു ഷേപ്പ്, അതാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം റമളാനിലൊക്കെ കാണുന്ന ഒരു ഷേപ്പാണത്. എവിടെയും ഇനിയിപ്പോൾ ഷേപ്പ് എന്നല്ല, ഇപ്പോൾ സേവ് ദ ഡേറ്റ് വീഡിയോയിലാണെങ്കിലും അതല്ലെങ്കിൽ എന്ത് വീഡിയോസിൽ പോലും ഒരു ഡെക്കർ ഐറ്റമായിട്ട് കാണുന്ന ഒരു എലമെൻ്റാണ് ലാൻറ്റേൺ. അപ്പോൾ നമുക്ക് ലാൻറ്റേൺ ഒന്ന് കൊടുത്തു നോക്കാം. ഈ ലാൻറ്റേൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂണിനേക്കാളും ചെറുതായിരിക്കണം, അല്ലെ ആ ക്രസൻറ്റ് ഷേപ്പിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം എന്നുള്ളതാണ്. സോ അത് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ നല്ല തിന്നായിട്ട് നല്ല കോണായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നല്ലൊരു കോണാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. സോ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡോട്ട്സ് വെച്ചിട്ടത് ഭംഗി കൂട്ടുകയാണ്. ഇനി ചെറിയ ചെറിയ എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. ഇവിടെ നമ്മളൊരു ക്രസൻറ്റ് ഷേപ്പ് തന്നെ ആഡ് ചെയ്യാണ്, വളരെ ചെറുതായിട്ട്. നമ്മൾ
എല്ലാത്തിൻ്റെ സൈസും അപ്പുറം ഇപ്പുറവും മാച്ച് ആയിരിക്കണം. അതായത് ഒന്ന് വലിയത് ഒരുപാട് വലുത്, ഒന്ന് വളരെ ചെറുത്, അങ്ങനെ ആവാതെ മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമ്മൾക്ക് ഓരോ ഡിസൈനിൻ്റെ സൈസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് വളരെ ഓപ്ഷണലാണ്. കാരണം ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചില ആൾക്കാർക്ക് ഇത് മറ്റേ ഓവറായ പോലെ തോന്നും. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കും കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന്. സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ, ഇത്രയും ഫ്ലവേഴ്സൊന്നും ഇല്ലാതെ, ഇത്രയും സൈസൊന്നും ഇല്ലാതെ ചുരുക്കി ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതിലൊന്നും പ്രശ്നമില്ല. കാരണം ആർട്ടാണ്, വെരി വൈഡാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ളത് ട്രൈ ചെയ്യാം. അതിനൊന്നും ആരും ചോദിക്കുകയൊന്നുമില്ല. സോ വൺസ് അഗെയിൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.